ഇറ്റ്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു സെറ്റ് ചുരിദാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ക്യാൻവാസ് വെച്ചിട്ട് വൈ ഷേപ്പിൽ എങ്ങനെയാണ് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ കട്ടിങ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിൽ മാത്രം നമ്മൾ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് സെൻറ്ററിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് കണ്ടോ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് ആ പട്ട യോജിപ്പിച്ചെടുക്കുന്നതിന്. അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം നമുക്ക് നെക്കിൻ്റെ മാർക്കിംഗ് കൊടുക്കാൻ. നെക്ക് 3.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ 7.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം 4 ഇഞ്ച് ഇതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കോളറാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 ഇഞ്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കൊടുക്കുക. അതിനുശേഷം അടിയിലേക്ക് നമ്മൾ ആ വൈ ഷേപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ഇഞ്ചാണ് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല, അത് അതിന് ശേഷമാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ടോട്ടൽ ലെങ്ത്ത് നമ്മൾ മുകളിൽ നിന്ന് തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ വൈ ഷേപ്പ് ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അത് വരച്ച ലൈനിൽ കൂടി കട്ട് ചെയ്ത് ഇതേപോലെ മാറ്റുക കേട്ടോ. ഇതിൻ്റെ അടിയിൽ നല്ല തുണിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇതേപോലെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ്. ബാക്ക് പോർഷൻ സാധാരണ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്യാൻവാസ് ഇതുപോലെ 1 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ കണ്ടോ ഇതേപോലെ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്, ഫുള്ളായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്, അടി വരെ മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ ക്ലോത്തിൽ നിന്നും പുറത്തേക്ക് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. കണ്ടോ ലൈനിങ് നമ്മൾ ഇട്ടിരിക്കുന്ന 1 ഇഞ്ച് മാറ്റിയതിന് ശേഷമാണ് അത് അടി വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ വി ഷേപ്പിൽ വീണ്ടും അവിടെയും ആ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി അടിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ വി ഷേപ്പിൽ, ഇവിടെ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ക്യാൻവാസ് ഈ ഒരു ഇത്രയും നീളത്തിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും അടിയിലേക്കുള്ള പോർഷൻ ആ 1 ഇഞ്ച് ഒരു സ്ട്രാപ്പ് പോലെ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെയും നമുക്ക് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ചുളിവുകളൊക്കെ വരുന്നവരാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ആ പട്ടയിൽ ഒട്ടിച്ചു കൊടുത്താൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത പീസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ആ ഒരു വി ഷേപ്പിൽ കണ്ടോ ഇതേപോലെ ഒരു വൈ ഷേപ്പിൽ അടി വരെ ഇങ്ങനെ വരും. അതിൻ്റെ സെൻറ്റർ നമ്മൾ മടക്കിയിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ആ സെൻറ്ററിൽ കൂടി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്, കാരണം 2 പീസിലേക്കും കൂടി നമുക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു പീസ് എടുത്തിട്ട് 2ആയിട്ട് മടക്കുക. അപ്പം ആവശ്യത്തിന് മാത്രം ക്ലോത്ത് എടുക്കുക കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇതേപോലെ മടക്കി എടുത്തു. അതിന് ശേഷം ആ കണ്ടോ ആ ഒരു ഷേപ്പില്ലേ, ആ കോൺ പോലെ വരുന്ന ആ വൈയുടെ ആ ഒരു ഷേപ്പ് നമ്മൾ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ചുളിവുകളില്ലാതെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഈ മടങ്ങിയ സൈഡിലേക്ക് നമ്മുടെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത പീസും അതുപോലെ തന്നെ ഒരു 2ആക്കിയിട്ട് തുണി മടക്കിയിട്ടതിന് ശേഷം തുണി ഒട്ടും വേസ്റ്റ് ആക്കാതെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മടങ്ങിയ സൈഡിലേക്ക് അവിടെയും ഇതേ ഷേപ്പിൽ തന്നെ വെച്ച് അയൺ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ എനിക്ക് ഫുള്ളായിട്ട് അടി വരെയുള്ള ലെങ്ത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു 10 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ വീണ്ടും വേണം ഈ ക്യാൻവാസ്. അപ്പോൾ അതിന് നീളമില്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലൊരു പീസ് വീണ്ടും കട്ട് ചെയ്തെടുത്തു. കണ്ടോ ഇത് നമ്മൾ തുണി അതുപോലെ തന്നെ നമുക്ക് നീളം കിട്ടാത്തതുകൊണ്ട് ജോയിൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ അടി വരെ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുക. അയൺ ചെയ്തെടുത്തു ഞാൻ. അതിന് ശേഷം ക്യാൻവാസിൻ്റെ സൈഡിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇട്ടിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ക്യാൻവാസിൻ്റെ അതേ ലെവലിലല്ല, 1/2 ഇഞ്ച് സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ. അപ്പോൾ 2ആയിട്ട് തുണി മടങ്ങിയാണ് കിടക്കുന്നത്. 2 ലെയറും ഒരേ വലുപ്പത്തിൽ കണ്ടോ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. അടി വരെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കുക.
കണ്ടോ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ ക്യാൻവാസ് വന്ന് അയൺ ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ 2 പീസും കട്ട് ചെയ്തെടുത്തു. കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഈ ഒരു സൈഡ് മാത്രം. കണ്ടോ ആ ചരിഞ്ഞ ഷേപ്പ് മാത്രമാണ് നമ്മൾ ഇവിടെ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അവിടെ നമ്മൾ തയ്യൽ തുമ്പിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ആ പീസ് മാറ്റിക്കളയുക 2 പോർഷൻ്റെയും. അടിയിലേക്ക് ഇത് മടങ്ങിയിട്ട് തന്നെയാണ് ക്ലോത്ത് ഇരിക്കുന്നത്, അതുകൊണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കോണൊന്ന് ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ, കാരണം അത് തിരിച്ചിടുമ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് തിരിച്ചിട്ട് ആ ഷേപ്പിൽ തന്നെ ആ കോണൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്ത് രണ്ടും അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഈസി ആയിരിക്കും. അതുപോലെ അടുത്ത പീസും ചെയ്തെടുക്കുക. അടി വരെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെ കൊടുക്കുക. ആ മുകളിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ഇവിടെ വരെ മാത്രം കേട്ടോ. അതിന് ശേഷം കറക്റ്റാക്കി വെച്ച് അയൺ ചെയ്തെടുക്കുക. ഈ പോർഷനും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ പോർഷൻ നമ്മുടെ ഈ ടോപ്പിൻ്റെ ഓരോ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കോൺ ഷേപ്പ് കറക്റ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു സൈഡിൽ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുത്തൊരു മാർക്കിങ് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിൽ ലൈനിങ്ങും കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പീസിലും ഈ പട്ടയിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് വെച്ച് നമ്മൾ അയൺ ചെയ്തെടുത്തു. ഇനി അങ്ങനെ അല്ല ഈസി ആയിട്ട് അല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചുളിവൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ 2 പോർഷനിൽ നമ്മൾ ആ കറക്റ്റ് ആ കോൺ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് രണ്ടും ആദ്യം തുല്യമാക്കിയിട്ട് വെക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് ആ കട്ടിങ്ങുകൾ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഇവിടെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പ് മാറിപ്പോകാതെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉൾവശത്ത് നിന്നാണ് നമ്മൾ ഇതേപോലെ വെച്ച് അയൺ ചെയ്തെടുക്കുന്നത്. ക്യാൻവാസ് ഒട്ടിക്കാത്ത ആ പോർഷനാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അടി വരെ അതേ ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങും നല്ല പീസും ഒരുമിച്ചാക്കിയിട്ട് അതുപോലെ അടുത്ത സൈഡിലും അങ്ങനെ തന്നെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഷേപ്പ് മാറാതെ കറക്റ്റ് ഈ ഷേപ്പ് 2 പോർഷനിലും തുല്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുത്ത് അടി വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഉൾവശത്ത് നിന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിവരെ പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് ഈസിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു, അടി വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം ആ തയ്യൽ തുമ്പ് ഉള്ളിലാക്കിയിട്ട് ക്യാൻവാസിൻ്റെ ആ പോർഷനിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ തയ്യൽ തുമ്പ്, അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ അടി വരെ അടിച്ചു കൊടുക്കുക. ചുളിവുകളൊന്നുമില്ലാതെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇവിടെയൊക്കെ അടിക്കുമ്പോൾ സ്പീഡിൽ അടിക്കരുത്, വളരെ സ്ലോയിൽ നീറ്റാക്കി വെച്ച് കൊടുത്ത് വേണം അടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ അടിച്ചെടുത്ത ആ പീസ് കണ്ടോ ഇതുപോലെ അടിയിൽ നിന്ന് വെച്ച് അടിച്ചെടുത്തു. ഇനി ആ കോണൊക്കെ നമ്മളൊന്ന് ചെറിയ കട്ടിങ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ തിരിച്ചിടുമ്പോൾ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അടി വരെ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു കണ്ടോ ആദ്യം. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ അടി മടക്കി അടിക്കാൻ മറക്കരുത്. അതിന് ശേഷം നമ്മൾ ഇവിടെ ഈ കോണുകളിലെല്ലാം ചെറിയ കട്ടിങ് കൊടുക്കണം, ആ ഒരു ഷേപ്പ് തിരിച്ചിടുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അടിയിലേക്ക് കട്ടിങ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ പോകുന്നത്. അതിന് ശേഷം കോർണറുകളൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ തിരിച്ച് നല്ല വശത്തേക്ക് തിരിക്കുക. വീണ്ടും നമ്മൾ ആ 1/2 ഇഞ്ച് കൊടുത്ത തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ അടിച്ച് എടുക്കുക. അപ്പോൾ അവിടെ ചുളിവ് വരത്തില്ല ഇതുപോലെ ക്യാൻവാസ് വെച്ച് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ. തുണിയിലാവുമ്പോൾ ചെറിയ ചുളിവുകൾ വരും, അതില്ലാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അതിന് ശേഷം പുറത്തുകൂടി പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ അടി വരെ നമ്മൾ അങ്ങനെ അടിച്ചു കൊടുത്തു. 2 പോർഷനിലും അടിച്ചെടുത്തു കണ്ടോ. ഈ സൈഡിൽ ഒരു സൈഡിൽ മാത്രമേ ഇവിടെ എംബ്രോയ്ഡറി ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടോ
അടിവശവും നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ആവശ്യമുള്ള തോളം ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഒന്നിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട് അടിക്കാം. അപ്പോൾ ബാലൻസ് ഉള്ള ഈ പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇത് കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ടൺ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് ഇവിടം വരെ മാത്രമേ ഓപ്പൺ ആക്കി ഇടുന്നുള്ളൂ. അടിയിലൊരു സ്ലിറ്റ് പോലെ. ബാക്കി പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഓപ്പൺ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിൽ കൂടി ബട്ടൺ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ പോലെ ക്രോസ് പീസ് വെച്ചിട്ട് വേണമെങ്കിൽ നെക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ പട്ട വേണമെങ്കിൽ വേറെ കളറ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ചേരുന്ന കളർ റെഡ് കളറോ ഏത് കളർ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കത് വീണ്ടും ഒരു ഡിസൈനായിട്ട് മാറും. ഇവിടെ ഞാൻ കോളറാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായതായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.